Hello, good evening. Am I audible? Hello, audible ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ആ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്രിമിനൽ ലോ ആണ്. അപ്പോ അപ്പൊ നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ക്രിമിനൽ വക്കീലാവണം, ഇതാവണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അപ്പോ ക്രിമിനൽ ലോനെ പറ്റി പഠിക്കാം നമുക്ക്. അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം എന്താണ് ഒരു ക്രിമിനൽ ലോ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ക്രൈം ഉണ്ടാവണം അല്ലെ? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ അതിനനുസരിച്ച് നമുക്കൊരു ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ പറ്റുമോ? ക്രൈം ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് റോങ് ആണ്, ഒരു ഹാംഫുൾ ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു ഹാം പറയുന്ന കാര്യങ്ങളാണ് ആ പബ്ലിക് റോങ് ഡൂയിങ്. ഗുഡ്, ഫാസിൽ അല്ലേ? അപ്പൊ ഒരു പബ്ലിക് റോങ് ആണ് ക്രൈം എന്ന് പറയുന്നത്. ഈ ക്രൈം ഇൻക്ലൂഡ് എനി ആക്ട് ഓർ ഒമിഷൻ ഫോർബിഡൻ ബൈ ലോ ആൻഡ് പണിഷബിൾ ബൈ ദ സ്റ്റേറ്റ്. ഇങ്ങനെ നമ്മൾ പൊതുവെ ക്രൈം എന്ന് പഠിക്കും. അതൊരു ആക്ട് ആവാം, ഒരു ഒമിഷൻ ആവാം. ഇത് വെറുതെ ഒരു കാര്യം ചെയ്തിട്ട് അതൊരു റോങ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് എന്താന്ന് നമുക്ക് പറയാം. PPT പോ. അപ്പോ ക്രിമിനൽ ലയബിലിറ്റി ഈസ് നോട്ട് ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ ഒരു തനിയെ വന്ന് ചേരുന്നതല്ല. മിയർ മോറൽ റോങ് ഡൂയിങ് ഒരു ക്രൈം ആയിട്ട് നമ്മൾ കാണൂല. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് സ്പെസിഫിക് ലീഗൽ ഇൻഗ്രീഡിയൻസ്, കുറച്ച് എലമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എലമെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്ത് വരുമ്പോഴാണ് ഒരു ക്രൈം ആവാം. ഇത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മാക്സിം ഉണ്ട്. Actus non facit reum nisi mansit rea. A act does not make a person guilty unless there is a guilty mind. അല്ലെങ്കിൽ മൈൻഡ് ഈസ് ഓൾസോ ഗിൽറ്റി. ഒരു ഗിൽറ്റി മൈൻഡ് എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ക്രൈം? ഒരു ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൽ എന്തൊക്കെ എലമെന്റ്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരു ഹ്യൂമൻ ബീങ്. ഈ കോഡിൽ പറയുന്നുണ്ട് ഒരു ഹ്യൂമൻ ബീങ് ആവണം. ഏതൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു വെറുതെ, അല്ലെങ്കിൽ ഒരു ആനിമൽ കമ്മിറ്റ് ചെയ്താൽ അതൊരു ക്രൈം ആയിട്ട് ഇന്നേ വരെ നമ്മള് കോഡ്സിലൊന്നും ഇന്നേ വരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ഹ്യൂമൻ ഡൂയിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യ പ്രവൃത്തി ആവണം, എന്നാല് അതൊരു ക്രൈം ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ പറയുന്ന ആക്ടസ് റിയ. ആക്ടസ് റിയസ്, ആക്ട് ഓർ ഇല്ലീഗൽ ഒമിഷൻ. എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കണം. അപ്പേ അവിടെ ഒരു ക്രൈമിന്റെ എലമെന്റ് വരുള്ളൂ. അല്ല വെറുതെ ഒരു ഹ്യൂമണും അതേപോലെ ഒരു ഗിൽറ്റി ആക്ടും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം. ഗിൽറ്റി മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഗിൽറ്റി മൈൻഡ് ഇല്ലെങ്കിൽ ഈ ചെയ്ത ആക്ട് അല്ലെങ്കിൽ ഒരു ചെയ്ത റോങ് ഡൂയിങ് ഒരു ക്രൈം അല്ലാന്ന് വരെ വരുത്തി തീർക്കാൻ പറ്റും. അപ്പൊ ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഹാം, അല്ലെങ്കിൽ ഇതിലൂടെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഹാം കോസ് ചെയ്തിരിക്കണം. പിന്നെ അവിടെ ഒരു കോസ് ഉണ്ടായിരിക്കണം, ഒരു ലിങ്ക് ബിറ്റ്വീൻ ആക്ട് ആൻഡ് ഹാം. ഈ ആക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഹാം കോസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ കങ്കറൻസ്, ആ ഒരു ആക്ടും മൈൻഡും കൂടി ചേർന്നിട്ട് വേണം ഒരു ക്രൈം ഉണ്ടാക്കാൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ബേസിസ്. നമുക്കറിയാം IPC ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. അതിപ്പോ നമ്മൾ റിപ്പീൽ ചെയ്തു, പുതിയൊരു ലോ വന്നു. 2023 BNS ഭാരതീയ ന്യായ സംഹിത 2023 2024 എൻഫോഴ്സ് ചെയ്തു. അപ്പൊ IPC പ്രകാരം സെക്ഷൻ 40, 43 ആൻഡ് 44 എന്ന് പറയുന്ന ഒഫൻസ്, ഇല്ലീഗൽ ആൻഡ് ഇഞ്ചുറീനെ പറ്റിയാണ്. ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു തിങ് മെയ്ഡ് പണിഷബിൾ ബൈ ദ ലോ, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഒമിഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആക്ട് അത് പണിഷബിൾ ബൈ ലോ ആണെങ്കിൽ അതിനെ നമുക്കൊരു ഒഫൻസ് എന്ന് വിളിക്കാം. ഇഞ്ചുറി നമുക്കറിയാം, ഒരു പരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇഞ്ചുറി എന്നും. പിന്നെ ഇല്ലീഗൽ, നിയമപരമല്ലാത്ത ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊരു ഇല്ലീഗൽ ആക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ സെക്ഷൻ 6 ആക്ട് ഇൻക്ലൂഡ് ഇല്ലീഗൽ ഒമിഷൻ, അറിഞ്ഞോണ്ട് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഒമിഷൻ അല്ലെങ്കിൽ നിയമപരമല്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുന്നതും, ഐ മീൻ ഇല്ലീഗൽ ആയിട്ട് നമ്മള് ഒരു കാര്യം ചെയ്യാതിരിക്കുക, പക്ഷെ ആ ചെയ്യാതിരിക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയാം. ആ ആഫ്റ്റർ എഫക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം വേറെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അതും എന്താണ് ഒരു ക്രൈമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ഷൻ 6 പറയുന്നുണ്ട്. അപ്പൊ BNS സെക്ഷൻ 3 clause 4 ആണ് ഈ കാര്യം പറയുന്നത്. An offense may be committed by an act or by an failure to do an act where an legal ഡ്യൂട്ടി എക്സിസ്റ്റ്. ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട് നമുക്ക് ചെയ്യാൻ, ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്. എന്നിട്ട് ആ ലീഗൽ ഡ്യൂട്ടിയിൽ നമ്മൾ ആ ആക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിലും എന്താവും, അതൊരു ക്രൈം ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് സെക്ഷൻ 3 clause 4 പറയുന്നത്. ഇനി നമുക്ക് ആക്ട് സ്ട്രേസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഗിൽറ്റി ആയിട്ടുള്ള ആക്ട്, അതാണ് ഈ ആക്ട് സ്ട്രേസ്. അപ്പൊ ഈ ആക്ട് ഈസ് എക്സ്റ്റേണൽ ആൻഡ് ഫിസിക്കൽ കണ്ടക്ട്. അപ്പൊ ഒരു മുറിവ് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ള വിചാരത്തോടെ ഒരാളെ മുറിവേൽപ്പിക്കണം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വീഴട്ടെ, നിലത്ത് വീഴട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിൽ നിന്ന് ഒരാളെ ഒരു വടി എടുത്ത് അങ്ങ് എറിഞ്ഞു. അപ്പൊ അത് അവിടെ ഒരു ഗിൽറ്റി ആയിട്ടുള്ള ആക്ട് ആണ്. അത് അയാളെ അയാൾക്ക് അവിടെ ഒരു ഫിസിക്കൽ ഇഞ്ചുറി പറ്റുകയാണ്. അപ്പൊ അത് എക്സ്റ്റേണൽ ആണ്, നമ്മൾ പുറത്ത് കാണിക്കാൻ അല്ലെങ്കിൽ പുറത്ത് നമ്മളെ ബോഡിയുടെ പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഫിസിക്കൽ കണ്ടക്ട് ഉണ്ട്. ക്രിമിനൽ ലോ പണിഷസ് കണ്ടക്ട് നോട്ട് തോട്ട്സ്. അല്ലെ ഒരു മിയർ ആയിട്ടൊരു ഗിൽറ്റി മൈൻഡ്, അല്ലെ ഒരു മെൻസ്രിയ മാത്രം, എനിക്ക് ഇവനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഒരു പ്രവൃത്തിയും കൂടി നടന്നാലേ അതൊരു ക്രിമിനൽ ലോന്റെ അണ്ടറിൽ പണിഷ് ചെയ്യപ്പെടുള്ളൂ. അല്ല ചിന്ത ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ, ഇപ്പോ ആർക്കും ആണെങ്കിലും ആരോടും എന്തും ചിന്തിക്കാലോ, എനിക്ക് ഇവനെ കൊല്ലണം, ഇവനെ ഒന്ന് കൊന്നാലോ, ആ ഒരു ചിന്ത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ ഒരു പ്രവൃത്തി, അതിന് അക്കോർഡായിട്ട് ഒരു പ്രവൃത്തി നടക്കണം. ആ പ്രവൃത്തി നടന്നാൽ മാത്രമേ ക്രിമിനൽ ലോയിൽ പണിഷ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ പണിഷ് ചെയ്യപ്പെടുള്ളൂ. there must the actors must be, അല്ലെങ്കിൽ ഈ ആക്ട് must be voluntary, സ്വയമേവ ചെയ്തതായിരിക്കണം. prohibited by law prohibit ചെയ്ത ഏതെങ്കിലുമൊക്കെ ഒരു ആക്ട് ആയിരിക്കണം. and this act must be causing or threatening a legal injury, ഒരാൾക്ക് ഒരു ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അയാൾക്ക് ഒരു ലീഗൽ ഇഞ്ചുറി വരുത്തുകയാണെങ്കിൽ ആ ആക്ട് ഗിൽറ്റി ആക്ട് ആയിട്ട് നമുക്ക് പറയാം. കീ പ്രൊവിഷൻസ് എന്ന് പറയുന്ന IPC പറയുന്ന സെക്ഷൻ 33 ആണ് ആക്ടും ഒമിഷനും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്ട് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയെ, ഒമിഷൻ എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡ്യൂട്ടി, നമുക്ക് ചെയ്യാനുള്ള ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്, അവിടെ നമ്മൾ ആ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് ഒമിഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ല, IPC സെക്ഷൻ 39 ആണ്. വോളണ്ടറി ആക്ട്, സ്വമേയ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം. BNS കറസ്പോണ്ടിങ് പ്രൊവിഷൻ തന്നെയാണ് റീറ്റെയിൻ ചെയ്തത്. സെയിം സെക്ഷൻസ് ആണ് BNS 33, 39. നെക്സ്റ്റ് പേജ് പോവാല്ലേ. അപ്പോ ഫോംസ്, അപ്പൊ ആക്ട് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ആക്ട് ആവാം അല്ലെങ്കിൽ ഒമിഷൻ ആവാം. ആക്ഷൻ ഓർ ഒമിഷൻ ബോത്ത് ആർ ഈക്വലി പണിഷബിൾ ഇഫ് കണ്ടീഷൻസ് അല്ലെ ലീഗൽ കണ്ടീഷൻസ് ആർ മെറ്റ്. ഒരു ഒമിഷൻ അല്ലെങ്കിൽ ഇപ്പോ ഒമിഷന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരന്റ് ചൈൽഡ്, എന്തോ അച്ഛനോട് എന്തോ ദേഷ്യമുണ്ട്, അച്ഛന് വയ്യാണ്ട് കിടക്കുകയാണ്, അച്ഛന് ഡെയിലി മരുന്ന് കുടിക്കണം, ഇന്ന നേരത്തെ ആ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അച്ഛന് വയ്യാണ്ടാവും, അച്ഛന്റെ ആരോഗ്യം നഷ്ടപ്പെടും, അച്ഛൻ മരിച്ചു പോകും എന്നൊരു ബോധം ഇയാൾക്കുണ്ട്. മകനുണ്ട്, അറിഞ്ഞുകൊണ്ട് മകൻ ഈ മരുന്ന് കൊടുക്കാതിരിക്കും. അതൊരു ഒമിഷൻ ആണ്. അവിടെ ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്, ഈ മകൻ അച്ഛനെ നോക്കണം എന്നുള്ള ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്. ഈ അറിഞ്ഞുകൊണ്ട് ഈ മരുന്ന് കൊടുക്കാതിരിക്കുമ്പോ ഈ മോൻ ചെയ്യുന്നത് ഇവിടെ ഒരു ഒമിഷൻ ആണ്, ആ പ്രവൃത്തി ചെയ്യാതിരിക്കുകയാണ്.
അപ്പോ അച്ഛൻ അങ്ങനെ ഒരു ദിവസം മരുന്ന് കൊടുക്കില്ല, 2 ദിവസം മരുന്ന് കൊടുക്കില്ല. ഒരു ആക്ഷൻ, അത് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ആക്ഷൻ, അതാണ് ഒമിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ആക്ഷൻ, അല്ലെ, ഇപ്പൊ അച്ഛൻ മരുന്ന് കൊടുക്കുന്നതിന്റെ പകരം ഒരു വിഷം കൊടുത്താൽ അതൊരു ആക്ഷൻ ആയി. അതാണ് ഒരു ഗിൽറ്റി ആക്ട്. ഈ ഗിൽറ്റി ആക്ട് 2 ഫോമിലുണ്ട്, ഒരു ആക്ഷനും ഒന്ന് ഒമിഷൻ. പിന്നെ നെക്സ്റ്റ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കണ്ടക്ട് ആണ്. മീൻസ് an affirmative bodily movement prohibited by the law. നമ്മളൊരു മൂവ്മെന്റ് അവിടെ നടത്താണ്. ഒമിഷനിൽ നേരെ തിരിച്ച് നമ്മൾ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ആക്ഷനിൽ നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അസാൾട്ട്. അസാൾട്ട് നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ഒരു വടിയുണ്ട്, അപ്പുറത്ത് ഒരു ബി പറഞ്ഞ 2 ആൾക്കാരുണ്ട്. എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഞാൻ അപ്പൊ എറിയും പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കുക. എറിഞ്ഞ് അവന് വീഴ്ത്തും പറഞ്ഞ് അവനെ ആ പേടിപ്പിക്കുന്ന ആ പേടി, അതൊരു മെന്റൽ ഇഞ്ചുറി അവിടെ വരുന്നുണ്ട്. ആ ബോഡിയിൽ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിന് നമുക്ക് അസാൾട്ട് എന്ന് പറയാം. പിന്നെ തെഫ്റ്റ്. തെഫ്റ്റ് നമുക്ക് എല്ലാവരും അറിയാം, കട്ടെടുക്കുക അല്ലെങ്കിൽ കളവ് ചെയ്യുക എന്നൊക്കെ. അറിഞ്ഞുകൊണ്ട് ഒരു സാധനം, അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, ഫ്രണ്ടിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അവന്റെ അടുത്ത് ഒരു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് വെക്കുക. എന്തോ ഒരു ഗിൽറ്റി മൈൻഡില് നിങ്ങൾ ആ ഫോണിന്ന് എടുത്ത് ഇങ്ങനെ മാറ്റി കക്കണം എന്നുള്ളതിൽ മാറ്റി അപ്പുറത്തേക്ക് വെച്ചാൽ വരെ അത് തെറ്റായിട്ട് കാണുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതില് മാറ്റി വെക്കുന്നു. അവിടെ ഒരു ബോഡിലി മൂവ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ആ ഫോൺ എടുക്കുന്നു, അത് മാറ്റി വെക്കുന്നു. ആ ബോഡിലി മൂവ്മെന്റ് അത് പ്രൊഹിബിറ്റഡ് ബൈ ലോ ആണ്. കാരണം ആരാന്റെ സാധനമാണ്, നമ്മൾ എടുക്കാൻ പാടില്ല. കോസിങ് ഹേർട്ട് ഓർ ഡെത്ത്, ഒരു എന്തെങ്കിലും ഹേർട്ടോ അല്ലെങ്കിൽ ഒരാളെ മരണോ സംഭവിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ബോഡിലി മൂവ്മെന്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ആ പ്രവൃത്തി, അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. IPC എക്സാമ്പിൾ പറയുന്ന 299ഉം 300ഉം ഹോമിസൈഡിനെ പറ്റിയാണ്. ഹോമിസൈഡ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞില്ലേ അച്ഛന്റെ മോന്റെ എക്സാമ്പിൾ, അത് നമുക്ക് ഹോമിസൈഡിൽ കൊണ്ടുവരാം. അറിഞ്ഞുകൊണ്ട് ഒമിഷൻ ചെയ്തിട്ട് അച്ഛന് മരുന്ന് കൊടുക്കാതെ കൊല്ലുന്നത്, അതൊരു കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. നമുക്കറിയാം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മരണമാണ്, അല്ലെങ്കിൽ ഇത് ഒരു റോങ് ആണെന്ന് ഉള്ള ഒരു ചിന്തയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതേപോലെ 378 തെഫ്റ്റ്. Most IPC and BNS offenses are framed around positive act. ഈ പോസിറ്റീവ് കണ്ടന്റ്, പോസിറ്റീവ് ആക്ടിന് വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ BNS offenses are framed എന്നാ പറയുന്നത്. പിന്നെ ഒമിഷൻ നമുക്കിപ്പോ കുറെയൊക്കെ മനസ്സിലായിണ്ടാവും. ഒമിഷൻ ഫെയിലിയർ ടു ആക്ട് വെൻ ദ ലോ റിക്വയർസ് ആക്ഷൻ. ഒരു ലീഗൽ ഡ്യൂട്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. അവിടെ നോളജ് വേണം, അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കണം. അറിയാതെ ചെയ്യാതിരിക്കുന്നതിൽ പ്രശ്നമില്ല. അറിഞ്ഞുകൊണ്ട് നമ്മള് ലീഗലി ഒരു ഡ്യൂട്ടി ഉണ്ട്, നമുക്കിപ്പോ ലീഗലി ഒരു ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ബിഗ്ഗസ്റ്റ് എന്താ പറയാ എക്സാമ്പിൾ എന്ന് പറയുന്നത്, പാരന്റ്സിനെ നോക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ നോക്കുക എന്നുള്ളത് ഒരു ലീഗൽ ഡ്യൂട്ടിയാണ്. ഒരു ഡോക്ടർ ആ രോഗിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഡോക്ടറുടെ ലീഗൽ ഡ്യൂട്ടിയാണ്. ഡോക്ടർ അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ലീഗൽ ഒമിഷൻ, അല്ലെങ്കിൽ ആ ഒമിഷൻ ആണ് ഫെയിലിയർ ടു ഡു ആൻ ആക്ട്, അല്ലെ ഫെയിലിയർ ടു ഡു ആൻ ആക്ട്. അവിടെ വരുന്ന ആ ഒമിഷനെ ഒരു ക്രൈം ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നോട്ട് എവറി ഫെയിലിയർ ഈസ് പണിഷബിൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അറിഞ്ഞുകൊണ്ട് ചെയ്യാതെ ആണെങ്കിൽ അതൊരു ക്രൈമാണ്. അറിയാതെ അല്ലെങ്കിൽ മറന്നു പോവേ വിട്ടുപോവേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, അതൊരു ക്രൈമായിട്ട് വരില്ല. ക്രിമിനൽ ലയബിലിറ്റി അറൈസസ് ഓൺലി വെൻ ഒമിഷൻ ഈസ് ഇല്ലീഗൽ. ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഒമിഷന് മാത്രമേ ക്രിമിനൽ ലയബിലിറ്റി അറൈസ് ആവുള്ളൂ. ലീഗൽ ആയിട്ടുള്ള ഒമിഷൻ വരികയാണെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി അറൈസ് ചെയ്യൂല. വെൻ ഡസ് ഒമിഷൻ ക്രിയേറ്റ് ലയബിലിറ്റി? ലയബിലിറ്റി എപ്പോഴാണ് ഒരു ഒമിഷൻ എപ്പോഴാണ് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്?
ഒരു ലീഗൽ ഡ്യൂട്ടി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ടു പെർഫോം ദ ഡ്യൂട്ടി റിസൾട്ടിങ് ഹാം, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന ആക്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ അവിടെ ഒരു ഹാം ഉണ്ടാവും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു ഒമിഷൻ ക്രിയേറ്റ്സ് ആൻ ലയബിലിറ്റി, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഒമിഷനിൽ നിന്ന് ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ സ്റ്റേറ്റ്യൂട്ടറി ബേസിസ് നോക്കുകയാണെങ്കിൽ IPC 6 and 33 ആണ് ഒമിഷൻ മെൻഷൻ ചെയ്തു പോയിട്ടുള്ളത്. പിന്നെ പറയുന്ന BNS 6 clause 4, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് ഒഫൻസസ് മേ ബി കമ്മിറ്റഡ് ബൈ an act or by a failure to act where an legal duty exists. മോറൽ ഡ്യൂട്ടി ലീഗൽ ഡ്യൂട്ടി ഒന്നല്ല. ഈ ലീഗൽ ഡ്യൂട്ടി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു ഒമിഷനിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. സോഴ്സസ് ഓഫ് ലീഗൽ ഡ്യൂട്ടി. ലീഗൽ ഡ്യൂട്ടി മേ റൈസ് ഫ്രം സ്റ്റാറ്റ്യൂട്ട്. ഒരു പബ്ലിക് സർവന്റ് ഡ്യൂട്ടി, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിക് സർവന്റ് ഡ്യൂട്ടീസ്. ഇപ്പൊ പബ്ലിക് സർവന്റ് എക്സാമ്പിൾ, ഒരു പോലീസിന്റെ ഡ്യൂട്ടി പോലീസ് ചെയ്യാതിരിക്കുക, അറിഞ്ഞുകൊണ്ട് ഒരു ഒമിഷൻ നടത്തുകയാണെങ്കിൽ അയാൾക്കെതിരെ നമുക്കൊരു ക്രിമിനൽ അപ്പീൽ, ക്രിമിനൽ ഇത് പോവാവുന്നതാണ്. അതേപോലെ ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ രണ്ടാളും തമ്മിൽ ബന്ധമുണ്ട്, അവിടെ നമുക്ക് ഒരാളോടും മറ്റൊരാളോട് ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട്, ആ ഇതില് ലീഗൽ ഡ്യൂട്ടി എറൈസ് ചെയ്യാം. അതേപോലെ റിലേഷൻഷിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരന്റ് ചൈൽഡ്, ഡോക്ടർ പേഷ്യന്റ്, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നമുക്കൊരു ലീഗൽ ഡ്യൂട്ടി അറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ വളണ്ടറി അസംഷൻ ഓഫ് കെയർ, ഒരു സ്വയമായ ചിന്ത വരികയാണ്, ഒരു കെയർ, ആ ഒരു കെയറിന്റെ പുറത്തും നമുക്കൊരു ലീഗൽ ഡ്യൂട്ടി തരാം. പിന്നെ പറയുന്നു കോസേഷൻ. Causation simply means the link between the act and the result, അല്ലെങ്കിൽ harm. അപ്പൊ നമ്മളൊരു ആക്ട് ചെയ്തു, അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്കൊരു മറ്റൊരാൾക്ക് ഒരു ഹാം പറ്റി, അവിടെ വരുന്നത് ഒരു കോഷൻ ആണ്. കോഷൻ മീൻസ് ദ ലിങ്ക്സ് ബിറ്റ്വീൻ ആക്ടസ്ട്രീസ് ടു റിസൾട്ടിങ് ഹാം. ഒരു നമ്മൾ ചെയ്ത ആക്ടിനെ ആ മറ്റൊരാൾക്ക് വന്ന ഒരു ഹാമിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോഷൻ എന്ന് പറയുന്നത്. Even if act exists, mens rea exists, no caution can be created. ഇപ്പൊ അവിടെ ഒരു കോഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. അപ്പൊ A ഉണ്ട്, B ഉണ്ട്. B മുന്നിൽ നടക്കുന്നുണ്ട്, A ബാക്കിലാണ് നടക്കുന്നത്. എന്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, ഈ കല്ലെടുത്ത് എക്ക് ബീനോട് ദേഷ്യമുണ്ട്. ഈ ദേഷ്യത്തിന്റെ പുറത്ത് ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ് എ നടക്കുന്നത്. എന്റെ കയ്യിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കല്ലുണ്ട്, ഏക്കറിയാം ഈ കല്ലെടുത്ത് എറിഞ്ഞ ഇവൻ എന്തെങ്കിലുമൊക്കെ പറ്റുന്നു. അപ്പൊ അങ്ങനെ ആ മൈൻഡും വെച്ച് ഈ എ ബീനെ കല്ലെടുത്ത് എറിയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ആക്ടസ്ട്രീസ് ഉണ്ട്, മെൻസ്ട്രിയ ഉണ്ട്, ഹ്യൂമൻ ബീൻ ഉണ്ട്. പക്ഷെ ഈ കല്ല് സൈഡിൽ കൂടി അങ്ങ് തെറിച്ച് പോവാണ്, ബീനെ തട്ടുന്നില്ല. അപ്പൊ അവിടെ ഒരു കോസ് അല്ലെങ്കിൽ ഒരു കോഷൻ നടന്നിട്ടില്ല. അപ്പൊ അവിടെ എക്ക് ക്രിമിനൽ ലയബിലിറ്റി വരുമോ? വരൂല. അപ്പൊ ആക്ടസ്ട്രിയസും ഉണ്ട്, മെൻസ്ട്രിയസും ഉണ്ട്, പക്ഷെ കോഷൻ ഇല്ലെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഈ കോഷൻ എന്ന് പറയുന്ന ഈ കറക്റ്റ് ആയിട്ട് ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഡിഫൈൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഫ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട്. കോസസ് ഡെത്ത് നമുക്ക് നമ്മൾ ലീഗൽ ലാംഗ്വേജിൽ കേട്ടിട്ടുണ്ടാവും, കോസസ് ഡെത്ത്, അതേപോലെ കോസസ് ഹാർട്ട്, അങ്ങനെയൊക്കെ. BNS retains the same causative wording. BNS ഈ സെയിം ഒരു സെയിം വേർഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. കോഷൻ ഈസ് എംബഡഡ്, നോട്ട് സെപ്പറേറ്റ്ലി ഡിഫൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോഷൻ എന്ന വാക്ക് പ്രത്യേകിച്ചായിട്ട് ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല, അത് ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ ഒക്കെ കൂടെ എംബഡഡ് ആയിട്ട് ഇങ്ങനെ ഒപ്പം അങ്ങനെ വന്നു പോയതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോഷൻ. To establish caution, an act must be direct and substantial cause.
ഈ ആക്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എ കല്ലെടുത്തെറിയുന്നത് അത് ഡയറക്റ്റ് ആണ്. ഈ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്താവുള്ളൂ, അതൊരു കോഷൻ അല്ലെങ്കിൽ ആക്ട് മസ്റ്റ് ബി കോസ്ഡ് എന്നാവുള്ളൂ. ഈ കല്ലെടുത്തെറിഞ്ഞു, ഈ കല്ല് സൈഡ് പോയി വീണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സൈഡ് പോയി വീണ് പിന്നെ ബി നടക്കുമ്പോ തട്ടി ബി അങ്ങ് വീണു. അവിടെ ഒരു ഡയറക്റ്റ് കോസ് വന്നിട്ടില്ല. അപ്പോ അത് ഡയറക്റ്റ് ആവണം. ഈ ഡയറക്റ്റ് ഈ കല്ലെടുത്ത് എറിഞ്ഞല്ലോ ബി, ഈ ഷാർപ്പായിട്ടുള്ള കല്ലെടുത്ത് ബീനെ അറിയുമ്പോ എന്റെ തലക്ക് കൊണ്ടു, തലേന്ന് രക്തം വന്നു, അവിടെ ബോധം കെട്ടു വീണു. അവിടെ ഒരു ഡയറക്റ്റ് കോസ് വരുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ കോസ് ഉണ്ട്. ആക്ട് മസ്റ്റ് ബി ഡയറക്റ്റ് ആവണം, എന്നാലേ അതൊരു കോഷൻ ആയിട്ട് മാറുള്ളൂ. ഹാം മസ്റ്റ് ബി നോട്ട് ടു റിമോട്ട്. ടു റിമോട്ട് പറഞ്ഞാൽ ചെറിയ മൈനർ ആയിട്ട് ചെറിയ, ഇപ്പൊ ഈ കല്ലെടുത്തെറിഞ്ഞ എക്സാമ്പിൾ തന്നെ വെക്കട്ടെ. എ ബീനെ കല്ലെടുത്തെറിഞ്ഞു, ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയി. വലിയ എ വിചാരിച്ച പോലെ വലിയ പരിക്കൊന്നും പറ്റിയില്ല, ജസ്റ്റ് ചെറിയൊരു സ്ക്രാച്ച് എങ്ങാനെ ബീന്റെ കയ്യിലോ എവിടെയോ വന്നു. അത് ടു റിമോട്ടാണ്. ആ ഹാം ഒന്നും നമുക്ക് ഈ കോഷ്യലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റൂല. പിന്നെ പറയുന്നത് നോവസ് ആക്ട് ഇന്റർവെൻഷൻ. നോവസ് ആക്ട് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഡിപെൻഡന്റ് ആക്ട് ആണ്. ഇപ്പോ ന്യൂ ഇൻഡിപെൻഡന്റ് ആക്ട് അതിന്റെ ഇടയിൽ ഇന്റർവെയിൻ ചെയ്തിട്ട് എറേസ് ആവാണ്. മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഷാർപ്പായ കല്ലുണ്ട്, ബി ഉണ്ട്, ബി മുന്നിൽ നടന്നു പോകുന്നുണ്ട്, എ കല്ലെടുത്തെറിയാൻ വേണ്ടി വിചാരിക്കുന്നു, എക്ക് ബീനോട് ദേഷ്യമുണ്ട്, ബീനെ മാത്രം എറിയാനേ എ വിചാരിക്കുന്നുള്ളൂ. എ എറിയുന്നതിന്റെ ഇടയ്ക്ക് സി നടു കയറി നിൽക്കുന്നു, സീന്റെ തലക്ക് ഈ കല്ല് കൊള്ളുന്നു. അതൊരു ന്യൂ ഇൻഡിപെൻഡന്റ് ആക്ട് എറേസ് ചെയ്തതാണ്. അപ്പൊ അവിടെ ഒരു ന്യൂ ഇൻഡിപെൻഡന്റ് ആക്ട് എറേസ് ചെയ്യാൻ പാടില്ല. ഇത് നേരെ ബീന്റെ തലയ്ക്ക് തന്നെ കൊള്ളണം, അപ്പേ ഇത് കോഷൻ ആവുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്ന ടെസ്റ്റ് ഓഫ് കോഷൻ ആണ്. കോസ കോസെൻസ് എന്ന് പറയുന്നത് ഒരു ഇതിന്റെ ലാറ്റിൻ ഒരു മാക്സിം ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ദ കോസ് ദാറ്റ് കോസസ്, ഇമ്മീഡിയറ്റ് കോസ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു കോസ് വേണം. ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു ആക്ഷൻ, ആ ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഒരു കോസ് വരണം. അല്ലാതെ കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. ആ ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഓൺ ദ ടൈം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോസ് വന്നാല് ആ കോസ് എന്താ വെക്കുക, കോഷൻ ആയിട്ട് എടുക്കുള്ളൂ. പ്രോക്സിമേറ്റ് ആവണം, എഫക്റ്റീവ് കോസ് ആവണം. കോസ സൈൻ ക്വാനോൺ. ഇതിന്റെ ലിറ്ററൽ മീനിങ് വന്ന ബട്ട് ഫോർ ടെസ്റ്റ് എന്നാണ്. ഈ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ കോഴ്സ് വരാനുള്ള ആക്ട് അല്ലെങ്കിൽ ഈ ആക്ട് നെസസറി ആണ്, ബട്ട് നോട്ട് സഫീഷ്യന്റ്. ഈ ആക്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോ എ എടുക്കണ്ട, പി എടുത്തു. പി പറഞ്ഞ ഒരാളുണ്ട്, എക്സ് പറഞ്ഞ ഒരാളുണ്ട്. ഇപ്പൊ പി എക്സ്, ഈ പിക്ക് എക്സിന് തീരെ ഇഷ്ടമല്ല. ഈ എക്സ് ഭയങ്കര ദേഷ്യാണ്, എന്തോ കാരണം കൊണ്ട് ഭയങ്കര ദേഷ്യാണ് ഈ എക്സിന്. ഈ എക്സിന് കൊല്ലണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പിക്ക് ഉള്ളത്. ഈ പി ഒരു സൈക്കോ എന്ന് വെച്ചോ. എന്നിട്ട് ഈ എക്സ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പി ടേബിളില് ഒരു വെള്ളത്തിൽ കുറച്ച് വിഷം കലക്കി വെച്ചു. പി കുടിക്കണം എന്നില്ല, പക്ഷെ എക്സിനോട് കുടിക്കാനും പറയുന്നില്ല, ജസ്റ്റ് വെറുതെ കലക്കി വെച്ചു. കുടിച്ചാ കൊള്ളാമെന്നുള്ളതിൽ കലക്കി വെച്ചതാണ്. പക്ഷെ ഈ എക്സ് ഇത് വന്നു, കുറെ നേരം ഇരുന്നു, വർത്താനം പറഞ്ഞു. ലാസ്റ്റ് ഈ എക്സ് ആരും പറയാതെ തന്നെ ഒറ്റയ്ക്ക് ഈ ഗ്ലാസ്സില് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പൊ ഈ കലക്കി വെച്ച ഇത് മാത്രം എന്താവരുത്, കോസ് ആവരുത്. എക്സ് മരിക്കുകയാണ് അങ്ങനെ. അപ്പൊ ഈ വെള്ളം കലക്കി വെച്ചത് മാത്രല്ല കോസ്, എക്സ് ഈ വെള്ളം എടുത്ത് കുടിച്ചതും കൂടെയാണ്. ഈ കലക്കി വെച്ചത് മാത്രം പോരാ, അത് മാത്രം സഫീഷ്യന്റ് ആയിട്ട് മരണത്തിന് കാരണമാവൂല. ഈ എക്സ് ഇത് എടുത്തോ കുടിച്ചോണ്ട് കൂടെയാണ് മരണത്തിന് കാരണമായത്.
അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് കോസ സൈൻ കുവാനോൺ എന്ന് പറയുന്നത് ബട്ട് ഫോർ ടെസ്റ്റ് വരുന്നത്. അപ്പൊ ഈ ക്രിമിനൽ ലോ മെയിൻലി ഫോക്കസസ് ഓൺ ദ പ്രോക്സിമേറ്റ് കോസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ് വരുമ്പോ, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് വരുമ്പോ മാത്രമാണ് ഈ ക്രിമിനൽ ലോ മെയിൻ ആയിട്ട് ഈ ചെയ്ത പ്രവൃത്തിയെ ക്രൈം ആയിട്ട് കാണുള്ളൂ. പിന്നെ പറയുന്ന മെൻസ്രിയ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ എലമെന്റ്സ് ഓഫ് ക്രൈം. നമുക്കറിയാം മെൻസ്രിയ എന്ന് പറഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡ്, മെന്റൽ എലമെന്റ് അക്കംപൈൻ ദ ആക്ട്. ഇപ്പൊ ഒരാള് ഒരു ആക്ട് ചെയ്തു, പക്ഷെ അയാൾക്ക് മെൻസ്രിയ ഇല്ലായിരുന്നു. പക്ഷെ മെൻസ്രിയ ഇല്ലെങ്കിൽ അയാളെ ആക്ട് ഒരു ക്രൈമായിട്ട് കാണാൻ കൂടെ പറ്റില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മാക്സിം, ആക്ടസ് നോൺ ഫാസിറ്റ് മെൻസിട്രിയ. അതെന്താ പറയുന്നത്, ഒരു ആക്ട് ഒരു ക്രൈം ആവണമെങ്കിൽ അവിടെ മെൻസ്രിയ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ സിംപിളി അല്ലെങ്കിൽ ഒരു മിയർ ആക്ട് മാത്രം വെച്ചിട്ട് നമുക്ക് അതിനെ ക്രൈം ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. മെൻസ്രിയ വളരെ ഇമ്പോർട്ടന്റ് ആയ എലമെന്റ് ആണ്. റിഫ്ലെക്ട്സ് ദ മോറൽ ബ്ലെയിം വോത്തിനെസ്. മോറലായിട്ട് അല്ലെങ്കിൽ മോറലായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യുന്ന വോത്തിനെസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ആ ഒരു ഗിൽറ്റി മൈൻഡ് വേണം, എന്നാലേ ക്രൈമായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ അയാൾ ചെയ്തത്. അല്ലാതെ ആക്ടസ് അല്ലെങ്കിൽ പെട്ടെന്ന് അയാളെ കൊല്ലണം എന്നൊന്നുമില്ല, പക്ഷെ പെട്ടെന്നൊരു ഒരു റീല് അറിയാണ്ട് ചെയ്തു പോയതാണെങ്കിൽ ആ ആക്ടില് ഒരാൾക്കൊരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതൊരു ക്രൈമായിട്ട് കൂട്ടാൻ പാടില്ല. Required unless statute excluded it. The mensia in IPC and BM. Our IPC expressions intentional. Mensia intentionally menstruate different types ഉണ്ട്. Intentionally ആവാം, knowingly ആവാം, voluntarily ആവാം, dishonestly ആവാം, fraudulently ആവാം. ഇന്റൻഷനലി പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന. നോയിൻലി പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഐഡിയ ഉണ്ട്, അവരെന്താണ് ആ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്നും ആ തെറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ റോങ് സംഭവിക്കാന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. വളണ്ടർലി സ്വമേധയാ ചെയ്യുന്നത്. അതേപോലെ ഡിസോണസ്റ്റ്ലി, എന്താ പറയാ, ഡിസോണസ്റ്റ്ലി ചെയ്യുന്നത്, ഫ്രോഡിനലി ചതിയിലൂടെ ചെയ്യുന്നത്. PNS-ലും ഈ സെയിം ഫ്രെയിംവർക്ക് ആണെന്ന് പറയുന്നത്, സെയിം ഫ്രെയിംവർക്ക് തന്നെയാണ് പറയുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. Intention, knowledge, recklessness, negligence and negligence. Intention എന്ന് പറയുന്നത് കോൺഷ്യസ് ഒബ്ജക്റ്റീവ് ടു കോസ് എ റിസൾട്ട്. ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു മിയർ വില്ലാണ്, ഒരാളുടെ ഒരു വിൽ ടു ഡു ആൻ ആക്ട്, ഒരാളുടെ ചിന്ത, ഒരു വിൽ. എന്താ പറയാ, നമുക്കൊരു ഇന്റൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിൽ ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എ ഒരു കത്തി കയ്യിലെടുക്കാണ് ആൻഡ് ബീന്റെ നേരെ നടക്കുന്നു. എ വില്ലിംഗ്ലി സ്വമേധ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തോടെ ഈ കത്തി എടുത്ത് ബീനെ കുത്തുവാണ്, അങ്ങനെ ബീനെ കൊല്ലുകയാണ്. അപ്പൊ അവിടെ വരുന്ന ആ ഒരു മെന്റൽ എലമെന്റ് എന്ന് പറയുന്നതാണ് ഇന്റൻഷൻ. ഇന്റൻഷൻ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തത് സെക്ഷൻ 299 and 300 ഓഫ് IPC ആണ്. മർഡർ ആൻഡ് കൾപ്പബിൾ ഹോമിസൈഡ്. അതേപോലെ തന്നെ സെക്ഷൻ 167 എന്തോ ആരാ ഓടിയാരാണ്, എന്തോ ഡൗട്ട് ഉണ്ടോ? സുഹാന, ഹലോ, എന്തോ പറയുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. അതോ അറിയാതെ ഓണായി പോയതാ തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അബറ്റ്മെന്റ്. 107 പറയുന്ന അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രേരണ കുറ്റം എന്നാണ്.
അപ്പോ സി ഉണ്ട്, ഡി ഉണ്ട്. സിക്ക് ഈ ഡീനെ തീരെ ഇഷ്ടമില്ല. അതേപോലെ തന്നെ സിയും ഡിയും ഇയും ഉണ്ട്. ഈ ഇക്കും ഡീനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഈ സിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഈ ഡീനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊല്ലണം. പക്ഷെ ഇക്ക് അത്രക്ക് ദേഷ്യമൊന്നുമില്ല, എന്നാലും കൊന്നാ കൊള്ളാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഉള്ളത്. അപ്പോ ഈ സി എന്ത് ചെയ്തു, നേരെ ഈന്റെ അടുത്ത് പോയി ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക. അവൻ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നീ അവനെ കൊല്ല്, പോ, ഇങ്ങനെ പ്രേരിപ്പിച്ച് അവസാനം ഈ പോയി ഡീനെ കൊന്നു. അവിടെ ഡിക്കും ഇന്റൻഷൻ ഉണ്ട്, ഇക്കും ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ രണ്ട് പേര് ചെയ്തതും എന്താവും, ക്രൈം ആയിട്ട് തന്നെ മാറും. ബി എൻ എസിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെന്നാണ്. പിന്നെ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൾപ്പബിലിറ്റി, ഒരു ഇവിടെ കൾപ്പബിലിറ്റിന്റെ ഡിഗ്രി ഭയങ്കര, അല്ലെങ്കിൽ ചെയ്ത ആക്ടിന്റെ അല്ലെങ്കിൽ ആ മെന്റൽ എലമെന്റിന്റെ ഡിഗ്രി, അതിന്റെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. പക്ഷെ നോളജൊക്കെ വരുമ്പോ ഈ മെന്റൽ എബിലിറ്റിന്റെ അതിന്റെ ഡിഗ്രി കുറച്ചും കൂടെ കുറയും. ഇത് പറയുന്ന അവയർനെസ് ദാറ്റ് ഹോം ഇസ് ലൈക്ലി ഓർ സർട്ടൻ, ഒരു അവയർനെസ് അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ട്, ഇത് ഇങ്ങനെയൊക്കെ എന്തോ എന്തോ ഒക്കെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അഥവാ ചെയ്ത ഇത് ഇങ്ങനെയൊക്കെ അവസാനം അവർക്ക് പറ്റും എന്നുള്ളൊരു ഐഡിയ അവർക്കുണ്ട്. ആൻഡ് ഇന്റൻഷൻ ടു കമ്മിറ്റ് ആൻ ഒഫൻസ് മേ ബി ഇന്റർഫിയർഡ് ഫ്രം നോളജ്, ഇറ്റ് ഈസ് എ അവയർനെസ് ഓർ കോൺസിക്വൻസ്. അല്ലെ അവർക്ക് ആ ഹാം ഡിസൈർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഫോർസ് ചെയ്തിട്ടുണ്ടാവും. അതായത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്താ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തൂടെ എന്ന് പറയാം. ഒരു ഐഡിയ ഉണ്ട് എന്താക്കും. പക്ഷെ ഈ ആക്ട് കൊണ്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുമോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും ഫ്രണ്ട്സാണ്. പക്ഷെ ഈ എക്ക് ബീനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ ബിക്ക് ഒരു സിവിയർ ആയിട്ടുള്ള ആസ്മ പേഷ്യന്റ് ആണ് ഈ ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്ക് അറിയാം ഈ കാര്യം. അപ്പൊ അറിഞ്ഞോണ്ട് ഇവര് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് ഒരു ടൂർ പോയി, ഇവർ രണ്ടാളും കൂടെ. അപ്പോ ആരും ഇല്ലല്ലോ, കൊല്ലാൻ പറ്റിയ സിറ്റുവേഷൻ ആണല്ലോ. അപ്പോ ആസ്മ പേഷ്യന്റ് ആണ്, തണുപ്പുള്ള സ്ഥലമാണ്, നല്ല ഡേഞ്ചറസ് ആണ്. ഇൻഹെയിലറും കാര്യമൊക്കെ എടുത്തിട്ടുള്ള ധൈര്യത്തിലാണ് ഈ ബി വന്നിട്ടുള്ളത്. അപ്പോ ഈ ബി അറിയാതെ ഈ ഇൻഹേലർ എടുത്ത് മാറ്റി. പക്ഷെ അപ്പൊ തന്നെ സംഭവിക്കണം എന്നില്ല. പക്ഷെ അവിടെ ഒരു ഹാം എന്താ ഈ ഹാം സംഭവിക്കാൻ ഒരു ഭാവി കാലത്തിൽ ഒരു ഹാം സംഭവിക്കാം എന്നുള്ളൊരു എന്താ പറയാ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഇൻഹേലർ എടുത്ത് മാറ്റി. അങ്ങനെ ശ്വാസം മുട്ടി അവിടെ ബിക്ക് ഹാം സംഭവിക്കുകയും ചെയ്യാണ്. അപ്പൊ അവിടെ ആ ഒരു ഐഡിയ അവർക്ക് ഏക്കുള്ള നോളജിനെ നമുക്ക് ഈ നോളജായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അവയർനെസ്, ആ ഒരു അവയർനെസ്സിനെയാണ് നമ്മൾ ഈ നോളജ് ഓഫ് മെൻസ്ട്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഗ്രി ഇത്തിരി കുറവാണ്. പക്ഷെ അത്ര ഇതൊന്നല്ല, റെക്ലെസ്നെസ്സിനെക്കാട്ടി ഇത്തിരിയും കൂടെ ഹൈയിലാണ് നോളജിന്റെ ഡിഗ്രി നിൽക്കുന്നത്. ഇത് പറയുന്ന റെക്ലെസ്നെസ്, ഫോർസീയിങ് റിസ്ക് ബട്ട് പ്രൊസീഡിങ് എനിവേ. ഒരാൾക്ക് അറിയാം ഇങ്ങനെയൊക്കെ ചെയ്ത ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അത് ചെയ്യാൻ പോവാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ റെക്നെസ്സൻസ് കേട്ടിട്ടുള്ള MACT-യിലാണ്, MACT മോട്ടോർ വെഹിക്കിൾസിന്റെ കാര്യത്തില്. അപ്പോ ഒരാള് മൂക്കറ്റം കള്ളും കുടിച്ച് ലക്കും കെട്ട് ബോധമില്ലാതെ വണ്ടി കയറിയിരുന്ന് വണ്ടി ഓടിക്കുക. അയാൾ ഓടിക്കലെന്ന് കണ്ട അയാൾക്ക് തന്നെ അറിയാം ഇത് എവിടെയോ പോയി കുത്തും, എന്തോ ആവും, അവിടെ ഒരു ഹാം ഉണ്ടാവും എന്നുള്ള അയാൾക്ക് തന്നെ ഒരു ബോധമുണ്ട്. ഫോർസി ചെയ്യാൻ പറ്റുന്നുണ്ട് അയാൾക്ക്, എന്നിട്ടും അയാൾ വണ്ടി ഓടിച്ചോണ്ട് പോവാണ്. അങ്ങനെ വഴിയിലുള്ള ഒരു സൈക്കിളിനെ കുത്തി ആ സൈക്കിളിലുള്ള ആളിന് അവിടെ സീരിയസ് ഇഞ്ചുറി
തെറ്റി അയാള് ഹോസ്പിറ്റലിലായി. അങ്ങനെ അയാള് മരിക്കുകയാണ്. അപ്പോ ഇയാള് റെക്ലെസ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ ഡ്രൈവറിന്റെ റെക്ലെസ് ആയിട്ടുള്ള ഈ ആക്ട് ആണ് എന്ത് അയാൾക്കുള്ള ഒരു ഹാം അല്ലെങ്കിൽ ആ സൈക്കിളിന് പോയ ആളുടെ ഹാമിന് കാരണമായത്. റെക്ലെസ് ആക്ട് അല്ലെങ്കിൽ റെക്ലെസ് മൈൻഡ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്ന IPC 336 and 338 BNS-ലും റാഷ് ആൻഡ് നെഗ്ലിജന്റ് കണ്ടന്റ് സെയിം ഇതിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റൻഷൻ ആവുമ്പോൾ ഹൈ ആണ്. പിന്നെ നെഗ്ലിജൻസ് വിട്ടു. നെഗ്ലിജൻസ് പറഞ്ഞാൽ ഫെയിലിയർ ടു എക്സസൈസ് റീസണബിൾ കെയർ. അവിടെ ഇന്റൻഷനോ ഇല്ല, നോളജോ ഇല്ല, പക്ഷെ അവിടെ ഫെയിലിയർ ടു ഡു ആൻ ആക്ട് അല്ലെങ്കിൽ റീസണബിൾ കെയർ എടുക്കാനുള്ളൊരു ഫെയിലിയർ എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ പറയുന്നത് നെഗ്ലിജൻസ് എന്ന് പറയും. ഡെത്ത് ബൈ നെഗ്ലിജൻസ് അത് 304A ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. നെഗ്ലിജൻസിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ട്, പേഷ്യന്റിനൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാണ്. പക്ഷെ ഈ പേഷ്യന്റിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സിലും ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പേഷ്യന്റ് ഇന്ന കെമിക്കൽസിന് അലർജിക് ആണ്, അല്ലെങ്കിൽ ഇന്ന കെമിക്കൽസ് ഇയാൾക്ക് ഒരു ഹാം കോസ് ചെയ്യുന്ന ഇയാളെ മെഡിക്കൽ റെക്കോർഡിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഡോക്ടർ ഈ മെഡിക്കൽ റെക്കോർഡ് ഒന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ ഡോക്ടറിന് തോന്നിയ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് കുടിച്ച് ഇയാൾക്കൊരു കോസ് സംഭവിക്കുന്നു. അങ്ങനെ ഇയാൾ മരിക്കുന്നു. ഇതൊരു ഡെത്ത് ബൈ നെഗ്ലിജൻസിന്റെ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. അങ്ങനെ ആ നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൊണ്ട് ആൾക്ക് ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതെന്താണ് നെഗ്ലിജൻസ് ആയിട്ട് കണക്കൂട്ടാം. അവിടെ റീസണബിൾ ആയിട്ടുള്ള കെയർ എടുക്കാൻ ആര് ഫെയിലായി? ഡോക്ടർ ഫെയിലായി. കാരണം ഡോക്ടറുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഡോക്ടർ എടുക്കേണ്ട ഒരു റീസണബിൾ കെയർ അവിടെ എന്ന് പറയുന്നത് എന്താണ്? ആ മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കണം എന്നാണ്. അപ്പൊ BNS-ലും ഇത് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് ഉള്ള പ്രൊവിഷൻസിൽ തന്നെയാ പറയുന്നത്. സെയിം പ്രൊവിഷൻ ആണ് 304 തന്നെയാണ് BNS-ലും പറയുന്നത്. ഫോക്കസ് ഓൺ കണ്ടന്റ് നോട്ട് ഓൺ ദ മെന്റൽ സ്റ്റേജ്. അതിൽ ആക്ടിനാണ് കൂടുതൽ അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് BNS-ല്, മെന്റൽ സ്റ്റേജിന് അല്ല നെഗ്ലിജൻസിന്റെ കാര്യത്തിൽ. പിന്നെ ഇതിന്റെ ഡിഗ്രി പറയുന്നുണ്ട്. അപ്പൊ ഇന്റൻഷനിൽ ഹയസ്റ്റ് ഡിഗ്രി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹയസ്റ്റ് ഡിഗ്രി ഇന്റൻഷൻ മർഡർ ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. നോളജിന്റെ സിവിയറിറ്റി എന്ന് പറയുന്ന ഹൈ ആണ്. ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. പിന്നെ റെക്ലെസ്നെസിന്റെ എന്താ പറയാ സെവിയറിറ്റി എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇതിന്റെ എക്സാമ്പിൾ റാഷ് ആക്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയല്ലോ എക്സാമ്പിൾസ് ഒക്കെ കൂടെ തന്നെ. നെഗ്ലിജൻസിന്റെ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ലോ ആണ്. അതിന്റെ ഡെത്ത് ബൈ നെഗ്ലിജൻസ് ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. ഇത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പേഴ്സണൽ ഫാൾട്ട്, സ്വന്തമായിട്ടുള്ള ഫാൾട്ട്. നമുക്കറിയാം സ്വന്തമായിട്ടുള്ള ഫാൾട്ട് അല്ലെങ്കിൽ സ്വന്തം ആക്ട് അല്ലെങ്കിൽ സ്വന്തം ഒമിഷൻ പ്രകാരം ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയിൽ പേഴ്സണൽ ഫാൾട്ടിന്റെ അണ്ടറിലാണ്. പിന്നെ വോളണ്ടറി കണ്ടന്റ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ് വോളണ്ടറി കണ്ടക്ട് എന്ന് പറയുന്നത്. പിന്നെ മോറൽ ബ്ലെയിം വോർത്തിനെസ് മീൻസ് മോറൽ ഗിൽറ്റ്. ഒരു നമുക്കറിയാം ലീഗലായിട്ട് മാത്രമല്ലല്ലോ, മോറൽ ആയിട്ടും കൂടെ നമുക്കൊരു എന്താ പറയാ ബേസിസ് ഉണ്ടാവും.
ലീഗൽ റൂൾസ് മാത്രമല്ല നമ്മൾ മോറലായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന കുറച്ച് എന്താ പറയാ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒരു ഗിൽറ്റ്, ആ ഒരു മോറൽ ഗിൽറ്റിനെയാണ് നമ്മൾ മോറൽ ബ്ലെയിംനെസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. ഇത് സെക്ഷൻ 39 ഓഫ് IPC വളണ്ടിയർനെസ്സിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. വളണ്ടിയർനെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വയമേയ ചെയ്യുന്ന, സ്വയമേയ ഒരു അറിവുണ്ട്, ആ അറിവ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ നമ്മൾ വളണ്ടറി ആക്ട് എന്ന് പറയും. പിന്നെ ജനറൽ റൂൾ ആൻഡ് എക്സെപ്ഷൻ. ജനറൽ റൂൾ നമ്മൾ നേരത്തെ മെൻസറിയെ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. മെൻസറിയ ഇല്ലെങ്കിൽ അവിടെ ഒരു ക്രൈമേ ഇല്ല. ഇപ്പൊ ആക്ട് മാത്രമായിട്ട് കാര്യമില്ല, അവിടെ നമുക്കൊരു മെൻസറിയ, ക്ലിയർ ആൻഡ് കട്ട് മെൻസറിയ വേണം. എന്നാല് ആ ഒരു ആക്ടിനെ നമ്മൾ ക്രൈമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഒരു എക്സെപ്ഷൻ ആണ് സ്ട്രിക്ട് ലയബിലിറ്റി. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മെൻസറിയ ഉണ്ടോ ഇല്ലേന്നൊന്നും നോക്കുന്നില്ല. ആ പ്രവൃത്തി കൊണ്ട് കോസ് ഉണ്ടായോ അയാള് എന്താണ്, അയാൾ അതിന് ലയബിൾ ആണ്. അവിടെ സ്ട്രിക്റ്റ് ആണ് ലയബിലിറ്റി. അവിടെ എന്ത് ഡിഫൻസും എടുക്കാൻ പറ്റില്ല. സ്ട്രിക്റ്റ് ലയബിലിറ്റി ആണ്. ഇയാള് ചെയ്ത ഇയാള് തന്നെയാണ് ലയബിൾ. അപ്പൊ മെൻസറിയ ഇതിൽ എക്സ്ക്ലൂഡഡ് ആണ്. മെൻസറിയക്ക് വലിയ റോൾ ഇല്ല. മിയർ കമ്മീഷൻ ഓഫ് ആക്ട് അല്ലെങ്കിൽ ആക്ട് സ്പേസ് മാത്രം മതി. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇതിന്റെ എക്സെപ്ഷൻ ആണ്. ചില കേസിൽ ആക്ട് സ്പേസ് മാത്രം മതി. എല്ലാ കേസിലും ആക്ട് മെൻസറിയ മാത്രം മെൻസറിയ ഇല്ലാണ്ട് മാത്രം കാര്യമില്ല. ചില കേസിൽ ആക്ട് സ്പേസ് മാത്രം മതി ആ ഒരു ആക്ടിനെ എന്താക്കി എടുക്കാൻ, ആ ഒരു ആക്ടിന് ക്രൈം ആക്കി എടുക്കാൻ. എക്സെപ്ഷണൽ കാറ്റഗറീസിലാണ് മെയിൻ ആയിട്ട്, റയർ ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ഇങ്ങനെ എന്താ ഇതാക്കുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊല്യൂഷന്റെ ഒഫൻസിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഒരു ഫാക്ടറി ഉണ്ട്. ഫാക്ടറിന്റെ അടുത്ത് ഒരു റിവർ ഉണ്ട്, നല്ല പാടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഉണ്ട്. ഈ ഫാക്ടറിയിൽ നിന്ന് വേസ്റ്റ് ഒക്കെ വന്ന് ഈ മൊത്തത്തിൽ പൊല്യൂഷൻ ആവാണ്. ആ നാടേ നശിച്ചു പോകുന്ന രീതിയിൽ ആ നാട്ടില് ഫാമേഴ്സിന് കൃഷി ഇല്ലാണ്ടാവാണ്, റിവറിലത്തെ വെള്ളം യൂസ് ചെയ്യാതാവാണ്, മൊത്തത്തിൽ പൊല്യൂഷൻ ആവാണ്. ഇവിടെ നമുക്ക് എന്താണ്, സ്ട്രിക്ട് ലയബിലിറ്റി ആണ്. ഇവിടെ അവിടെ ഇന്റൻഷൻ ഉണ്ടോ ഇല്ലേന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ ആ ആക്ട്, ആ വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു ആക്ട് മാത്രം മതി എന്താക്കാൻ, ഇവരെ ഈ ക്രൈമിന് ലയബിൾ ആക്കാൻ. ഈ എക്സെപ്ഷൻ പ്രത്യേകിച്ച് ലേബലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിലോ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിലൂടെ എന്താ പറയാ ഇവോൾവ് ആയി വന്നതാണ്. നമുക്കത് മനസ്സിലാവും. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഓരോ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓരോ കേസിന്റെ ഓരോ ജഡ്ജ്മെന്റിലൂടെ ഇവോൾവ് ചെയ്ത് വന്നൊരു കാര്യമാണത്. അല്ലാതെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പർപ്പസ് ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി. ഈ സ്ട്രിക്ട് ലയബിലിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പബ്ലിക് സേഫ്റ്റി, സോഷ്യൽ വെൽഫെയർ, റെഗുലേറ്ററി കംപ്ലൈൻസ്, ഇതൊക്കെയാണ്. ഇപ്പൊ എക്സാമ്പിൾസ് എൻവയോൺമെന്റൽ ലോ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊല്യൂഷൻ വരുത്തിയിട്ട് എന്താ പറയാ ഇൻഡസ്ട്രിക്ക് എതിരെ ചാർജ് പോകുന്നത്. അതേപോലെ ട്രാഫിക് ഒഫൻസ്, ഇപ്പോ ട്രാഫിക് റൂൾസ് ഒക്കെ തെറ്റിച്ച് ഒരു റാഷ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാള് ഒരു ജംഗ്ഷനിൽ ട്രാഫിക് റൂൾ തെറ്റിച്ച് റെഡ് സിഗ്നൽ ഒന്നും നോക്കാതെ നേരെ അങ്ങ് പോയി അപ്പുറത്തെ വണ്ടി ഒരു ബൈക്കാരനെ ഇടിച്ച് ബൈക്കാരൻ മരിച്ച്, അവിടെ വരുന്നത് ഒരു സ്ട്രിക്ട് ലയബിലിറ്റി ആണ്. കാരണം അവിടെ അയാൾക്ക് അയ്യോ എനിക്ക് കൊല്ലാനുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെ വരും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഈ കാറുകാരന്റെ എതിരെയുള്ളത് ഒരു സ്ട്രിക്ട് ലയബിലിറ്റി ആണ്. കാരണം അവിടെ ട്രാഫിക് റൂൾസ് ക്ലിയർ ആയിട്ട് കാണുന്നത് അത് തെറ്റിച്ച് പോയോണ്ട് ഉണ്ടായ ഒരു എഫക്റ്റ് ആണ്. അവിടെ മെൻസറിയ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ എക്കണോമിക് റെഗുലേഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്ന ജോയിന്റ് ലയബിലിറ്റി. എന്താണ് ഈ ജോയിന്റ് ലയബിലിറ്റി? ക്രിമിനൽ ആക്ട്സ് ആർ ഓഫൻ കളക്റ്റീവ്. Law prevents escape by role division, claiming minor participation.
അപ്പൊ എന്താ ജോയിന്റ് ലയബിലിറ്റി? 3-4 പേര് അല്ലെങ്കിൽ ഒന്നോ 2 പേര് കളക്റ്റീവായിട്ട് കൂടിച്ചേർന്ന് പ്ലാൻ ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈം, അതിന് നമുക്ക് ജോയിന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്രൈമിൽ ജോയിന്റ് ആയിട്ട് ഇവര് ഇപ്പൊ രണ്ടാള് കൂടിയിട്ട് എയും ബിയും കൂടിയിട്ട് സീനെ പ്ലാൻ ഇട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അവരതിനുള്ള പ്ലാൻ ഒരുക്കി. ഒരാള് കൊല്ലാനുള്ള കത്തി വാങ്ങാൻ പോയി, ഒരാള് സെറ്റ് ചെയ്യാൻ പോയി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ പോയി. എന്നിട്ട് എ ബിനോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് നീ സീനെ കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ സീനെ അവിടെ വെച്ച് കൊല്ലാൻ. അപ്പൊ ഈ എയും ബിയും തമ്മിൽ അവിടെ ഒരു എന്താ ജോയിന്റ് ആയിട്ടാണ് ഈ സീനെ കൊല്ലാനുള്ള ഈ ക്രൈം നടത്തുന്നത്. ഈ നടത്തുന്ന ക്രൈമില് എക്കും ബിക്കും ജോയിന്റ് ആയിട്ട് ലയബിൾ ആണ്. പക്ഷെ മൈനർ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലും എന്താണ് ഈ ഇതൊക്കെ ജോയിന്റ് ആയിട്ട് ലയബിലിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. കോമൺ ഇന്റൻഷൻ സെക്ഷൻ 34 of IPC and 3 clause 5 of BNS. Common intention occurs when a criminal act is done by several persons in furtherance of common intention. Each is liable as if he had acted alone. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എയും ബിയും കൂടി സീനെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന സെവറൽ പേഴ്സൺസ് ആണ്. കോമൺ ഇന്റൻഷൻ ആണ്. സീനെ കൊല്ലുക എന്നുള്ള ഒരു കോമൺ ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇവര് നടക്കുന്നത്. അപ്പോ ഇവര് സീനെ കൊന്നു. പക്ഷെ ഇവർക്ക് രണ്ടാൾക്കും ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി ആക്ട് ചെയ്ത പോലത്തെ എന്താ പറയാ ലൈബിലിറ്റി ആണ് കിട്ടുക. അപ്പോ എ ബീനെ കൊന്നു, എ സീനെ കൊന്നു, ബിയും സീനെ കൊന്നു. രണ്ടാളും ഒരുമിച്ചാണ് ചെയ്തതെങ്കിലും രണ്ടാൾക്കും ഓരോരുത്തരായി ചെയ്ത കുറ്റമാണ് കിട്ടുക. എസെൻഷ്യൽസ് ഓഫ് കോമൺ ഇന്റൻഷൻ 2 or more persons ഉണ്ടായിരിക്കണം. രണ്ടിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം, എന്നാലല്ലേ ഒരു കോമൺ ഇന്റൻഷൻ വരൂ. അല്ലാതെ ഒറ്റയ്ക്ക് എന്തായാലും കോമൺ ഇന്റൻഷൻ ആവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോ രണ്ടിൽ കൂടുതലോ ആൾക്കാർ വേണം. അവിടെ ഒരു കോമൺ ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ആക്ട് ഇൻ ഫർദറൻസ് ഓഫ് ഇന്റൻഷൻ, ഈ ഇന്റൻഷൻ വെച്ച് അവിടെ ഒരു ആക്ട് അവര് നടത്തിയിരിക്കണം. ഇന്റൻഷൻ മേ ബി ഡെവലപ്ഡ് ഓൺ ദ സ്പോട്ട്. ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. എ ഉണ്ട്, ബി ഉണ്ട്. എയും ബിയും സിയും തന്നെ എടുത്തോ. എ ബി, എക്കും സീനെ കൊല്ലണം, ബിക്കും സീനെ കൊല്ലണം. എന്നിട്ട് ഇവർ രണ്ടാളും കൂടി കറങ്ങി തിരിഞ്ഞ് എക്കും ബിക്കും പ്രത്യേകിച്ച് പരിചയമൊന്നും മുന്നേ ഇല്ല. കറങ്ങി തിരിഞ്ഞ് എ ബി സീനെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഒരു ദിവസത്തിൽ. അതേ ദിവസത്തിൽ തന്നെ ബിയും സീനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അവര് ആ സ്പോട്ട് വെച്ച് കാണുന്നു, രണ്ടാളും ഒപ്പം പ്ലാൻ ഇട്ടിട്ട് സീനെ കൊല്ലുന്നു. അപ്പൊ ഇന്റൻഷൻ മേ ബി റേസ് ഫ്രം ദ സ്പോട്ട്, അല്ലെങ്കിൽ ഡെവലപ്ഡ് ഫ്രം ദ സ്പോട്ട്. ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായ ഇന്റൻഷൻ ആയാലും മതി ഇവർക്ക് കോമൺ ഇന്റൻഷൻ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ലയബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. BNS ഓൺ ഷെയർഡ് ഇന്റൻഷൻ ആൻഡ് നോളജ്. BNS പറയുന്ന സെക്ഷൻ 3 clause 6 ലയബിലിറ്റി ഡിപ്പെൻസ് ഓൺ ദ ഷെയർഡ് മെന്റൽ സ്റ്റേജ് ഷെയർ ചെയ്യുന്ന അനുസരിച്ചേക്കാരും അതിന്റെ ലയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുക എന്നാണ് BNS സെക്ഷൻ 3 clause 6 പറയുന്നത്. എൻഷുർസ് ഫെയർനെസ് വെൻ ഇന്റൻഷൻ ഡിഫറെന്റ്. രണ്ടാൾക്കും രണ്ട് ഇന്റൻഷൻ ആണെങ്കിൽ അവിടെ ഫെയർനെസ് എൻഷുർ ചെയ്യുന്ന BNS ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. തുടങ്ങുന്നത് വൈക്കാരിയസ് ലയബിലിറ്റി. Vicarious liability is mere a master-servant relationship. Criminal liability is personal. ഇപ്പോ ഒരു എംപ്ലോയർ ഉണ്ട്. ഞാനിപ്പോ ഒരു എംപ്ലോയർ ആണ്. എനിക്കൊരു പണിക്കാരനുണ്ട്. ഈ പണിക്കാരനെ വെച്ചിട്ട് ഈ പണിക്കാരന്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഉള്ളിൽ ഞാൻ ഈ പണിക്കാരനോട് പോയി പറയാണ്, നീ ഇങ്ങനെ എന്താ പറയാ എക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ, ഈ എക്സിനെ പോയി നീ എലിമിനേറ്റ് ചെയ്യണം, അയാളെ കൊല്ലണം, നിനക്ക് ഇന്ന കത്തി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സെർവന്റിന് ഇത് കൊടുക്കാണ്.
സെർവന്റ് എന്റെ ഓർഡർ അനുസരിച്ച് ഞാൻ കൊടുത്ത കോഴ്സ് ഓഫ് ടൈം അല്ലെങ്കിൽ ഞാൻ കൊടുത്ത കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഉള്ളില് എന്റെ സെർവന്റ് ഇവനെ അല്ലെങ്കിൽ എന്റെ സെർവന്റ് ഇവനെ പോയി എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിനെ പോയി കൊല്ലുകയാണെങ്കിൽ അവിടെ ഈ സെർവന്റിന് അല്ല ക്രിമിനൽ ലൈബിലിറ്റി വരിക ഈ മാസ്റ്റർക്കാണ്. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഓർഡർ പ്രകാരമാണല്ലോ എന്റെ സെർവന്റ് എക്സിനെ പോയി കൊന്നത്. അപ്പൊ എനിക്കാണ് ഇവിടെ എന്ത് വരിക, ക്രിമിനൽ ലൈബിലിറ്റി വരിക. അത് എന്റെ പേഴ്സണൽ ആണ്. ക്രിമിനൽ ലൈബിലിറ്റി ഈസ് പേഴ്സണൽ ഇൻ വൈക്കാരിയസ് ലൈബിലിറ്റി. ആ ഒരു മാസ്റ്റർ സെർവന്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി റിലേഷനിൽ എംപ്ലോയിക്കാണ് എന്ത് വരിക, എംപ്ലോയി ആണ് വൈക്കാരിയസ്ലി ലയബിൾ ടു ദ ആക്ട് ഡൺ ബൈ ദ സെർവന്റ്. അല്ലെങ്കിൽ ഈ എംപ്ലോയർ ആണ് ഈ സെർവന്റ് ചെയ്ത ജോബ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത പണി ചെയ്തതിനുള്ള ലയബിലിറ്റി വരിക. അതല്ലാതെ എംപ്ലോയി കൊന്നെന്ന് വിചാരിച്ച് എംപ്ലോയിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. അത് നേരെ എംപ്ലോയർ അല്ലെങ്കിൽ മാസ്റ്ററിന്റെ തലേക്കാണ് വരിക. ജനറൽ എക്സെപ്ഷൻസ്, ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് കോമൺ ഇന്റൻഷൻ ഉണ്ടായാൽ പറ്റില്ല. അപ്പൊ ഈ മാസ്റ്റർക്കും സെർവന്റിനും രണ്ടാൾക്കും എക്സിനെ കൊല്ലണം, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ കോമൺ ഒബ്ജക്റ്റ്, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് രണ്ടാളും കൂടെ പ്ലാനറ്റ് ചെയ്യുകയാണെങ്കിലും ഈ വൈക്കാരിയസ് ലയബിലിറ്റി പറ്റില്ല. പകരം അവിടെ ജോയിന്റ് ലയബിലിറ്റി ആയിരിക്കും വരിക. അല്ലെങ്കിൽ അബറ്റ്മെന്റ്, ഇങ്ങനെ അബറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഈ സെർവന്റിനെ പ്രേരിപ്പിച്ച് അതിന്റെ മേളിൽ സെർവന്റ് പോയ ഈ ചെയ്ത കുറ്റമാണെങ്കിലും എന്താ വൈക്കാരിയസ് ലയബിലിറ്റി പറ്റൂല. വൈക്കാരിയസ് ലയബിലിറ്റി എപ്പോഴാ പറ്റുക, മറിച്ച് ഈ മാസ്റ്ററിന്റെ ഓർഡർ പ്രകാരം ഇയാള് പോയി ചെയ്ത ക്രൈം. അല്ലാതെ ഇയാൾക്ക് ഈ എക്സിനായിട്ട് പേഴ്സണലി ഒരു ബന്ധോ അല്ലെങ്കിൽ ഒരു അങ്ങോട്ടൊരു ഇന്റൻഷനോ ഒരു മെൻസ്ട്രിയോ ഒന്നുമില്ല. ഈ മാസ്റ്റർ പറഞ്ഞോണ്ട് മാത്രം പോയി ചെയ്തതാണെങ്കിൽ വൈക്കാരിയസ്ലി ലയബിൾ ആവും. അല്ലെങ്കിൽ രണ്ടാൾക്കും ഒരേപോലെ ദേഷ്യവും ഒരേപോലെ ഇതും ഉണ്ടെങ്കിൽ അവരെന്താവും, വൈക്കാരിയസ്ലി അല്ല ജോയിന്റ്ലി ആയിരിക്കും ലയബിലിറ്റി എന്താ പറയാ ഏറ്റെടുക്കേണ്ടി വരിക. കോൺസ്പിറൻസി, അല്ലെങ്കിൽ കോൺസ്പിറൻസി നമുക്കറിയാം എന്താ, ഗൂഢാലോചന പ്രകാരം രണ്ടാളും ഗൂഢാലോചന ചെയ്യുന്നിട്ട് ഒരുമിച്ച് ചെയ്ത ഒരു തെറ്റാണെങ്കിലും എന്താ വൈക്കാരിയസ്ലി ലയബിലിറ്റി വരില്ല. ഇതൊക്കെ ഇതിന്റെ എക്സെപ്ഷൻസ് ആണ്. നോട്ട് പ്യുവർ വൈക്കാരിയസ് ലയബിലിറ്റി ബട്ട് സ്റ്റാറ്റ്യൂട്ടറി അട്രിബ്യൂഷൻ ആണ്. പിന്നെ ഇത് ജനറൽ എക്സെപ്ഷൻസ്. ഈ നമ്മളൊരു ക്രൈം ചെയ്തു, അതിന് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിന്റെ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് ചെയ്ത ക്രൈമിന് നമുക്ക് ഡിഫൻസ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന് ജനറൽ ആയിട്ട് എക്സെപ്ഷൻസ്, അല്ലെങ്കിൽ ഈ ചെയ്ത ക്രൈമായിട്ട് കൂട്ടാതെ ഇരിക്കുക എന്നാണ് ഈ ജനറൽ എക്സെപ്ഷനിൽ പറയുന്നത്. IPC 76-106 ആണ് ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നത്. നേരെ മറിച്ച് അത് BNSക്ക് പുതിയ ലോക്ക് വരുമ്പോൾ അത് 14 to 44 പറയുന്നത്. സെക്ഷൻ 14 to 44. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്ന മെൻസ്രിയ നിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെൻസ്രിയന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ക്രൈമായിട്ട് കാണുക നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റിഫയർ എക്സ്ക്യൂസ് കണ്ടക്ട്, അല്ലെ എക്സ്ക്യൂസബിൾ കണ്ടക്ട് ഏതൊക്കെയാന്ന് നോക്കുക. മീൻസ് ചെയ്തൊരു ക്രൈം പക്ഷെ അയാളെ ഈ ഡിഫൻസസ് വെച്ച് വെറുതെ വിടുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അപ്പൊ ഒരു ഐഡിയ കിട്ടും. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് IPC പറയുന്ന സെക്ഷൻ 76 to 79. PNSൽ പറയുന്നു 14 to 17. ആക്സിഡന്റ് 18. PNSൽ 18 ആണ്. ഇൻഫാൻസി 82 to 83. ഇത് 20 to 21. ഇൻസാനിറ്റി 84, മറ്റേത് 82. ഇൻടോക്സിക്കേഷൻ 85 to 86 in IPC and 23 to 24 in BNS. നമുക്ക് ഡിഫൻസസ് ഏതൊക്കെയാണ്, എക്സ്ക്യൂസബിൾ ഡിഫൻസസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. അപ്പൊ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ,
തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മള് ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആ ഫാക്റ്റിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിന്റെ അണ്ടറിൽ വരും. അപ്പൊ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിന്റെ അണ്ടറിൽ വരും. നമ്മള് എ ആണെന്ന് വിചാരിച്ച് ബിനെ പോയി അറിയാണ്ട് അടിച്ചു. അപ്പോ അവിടെ വന്നത് ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്. അപ്പോ അതൊരു എക്സ്ക്യൂസിബിൾ ഡിഫൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആക്സിഡന്റ് നമ്മൾ പറഞ്ഞു അറിയാണ്ട ചെയ്തു പോകുന്ന കാര്യങ്ങൾ. അപ്പോ അറിയാണ്ട ഒരാളെ വണ്ടി കുത്തുക, ആക്സിഡന്റലി എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് ഒരു ഹാം സംഭവിക്കുക, അതിന്റെ പേരില് അയാൾക്കൊരു കോസ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഹാം സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു എക്സ്ക്യൂസബിൾ ഡിഫൻസ് ആയിട്ട് എടുക്കാം. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ. അപ്പോൾ നമുക്കറിയാം ഈ 7 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ക്രൈം ചെയ്ത അതെന്താണ് ഡോളി ഇൻകംപാക്സ് ആണ്. ഈ 7 വയസ്സ് വരെയുള്ള കുട്ടികള് ക്രൈം ചെയ്ത അതൊരു ക്രൈം ആയിട്ട് കൂട്ടൂല, അവരെ വെറുതെ വിടാം. അതൊരു എന്താ അവർക്ക് മാത്രം സോൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് ആണ് ഡോളി ഇൻകംപാൻസ് എന്ന് പറയുന്നത്. അപ്പോ അതേപോലെ ചൈൽഡ് അണ്ടർ എന്താ 15 ഏജ് വരെയുള്ളവർക്കും അവരുടെ എന്താ മെന്റൽ എലമെന്റ് അല്ലെങ്കിൽ അവരുടെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് 18 വയസ്സിന് താഴെയുള്ള ചൈൽഡ് ചെയ്ത ക്രൈമിന് അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്. 7 to 18 ആണെങ്കിൽ അതിനനുസരിച്ചാണ് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കുന്നത്. നമുക്കറിയാം 7 to 18 വരെയുള്ള കുട്ടികള് ഈ ക്രൈം ചെയ്ത അവര് നോർമലായിട്ട് ഈ ജയിലിലോ അല്ലെങ്കിൽ ഇങ്ങനെ സെന്ററിലോ ഒന്നല്ല കൊണ്ടുവിടുക. അവർക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് റീഹാബിലിറ്റേഷൻ ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയാണ് കൊണ്ടുവെക്കുക. അപ്പൊ അവർക്ക് എന്താ അവര് ചൈൽഡ് ആണ്. അവരുടെ മെന്റൽ എലമെന്റ് അനുസരിച്ച് അവർക്ക് ആ ക്രൈം ചെയ്യാനുള്ള ബോധം അല്ലെങ്കിൽ ആ ബോധത്തിനനുസരിച്ചായിരിക്കും അവർക്ക് പണിഷ്മെന്റ് തീരുമാനിക്കുക. പിന്നെ ഇൻസാനിറ്റി പറഞ്ഞാൽ അൺസൗണ്ട്നെസ് അല്ലെങ്കിൽ ഭ്രാന്ത്, വട്ട് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ബോധമില്ലാത്ത ആൾ, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക സ്വബോധത്തിലല്ല. സ്വബോധം മീൻസ് ഒരു ക്ലിയർ മൈൻഡ് ഇല്ല, അയാൾക്ക് ഇൽനെസ് ആണ്, മെന്റലി ഇല്ലാണ്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഇൻസാനിറ്റി എന്ന് പറയാം. ഈ ഇൻസാനിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ആ ക്രൈമിന് നമ്മൾ എക്സ്ക്യൂസബിൾ ഡിഫൻസ് ആയിട്ട് കൂട്ടാം. അപ്പൊ ഇപ്പോ സപ്പോസ് ഒരാളുണ്ടെന്ന് വെക്കാം, പറഞ്ഞ ഒരാള്, ഇയാൾക്ക് ഇടയ്ക്ക് ഭ്രാന്താണ്, ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ബോധമില്ല, ഇടയ്ക്ക് ഭയങ്കര ഭ്രാന്ത്, ഇടയ്ക്ക് ബോധം വരും. അപ്പോ രാവിലെ ബോധം ഉണ്ടെങ്കിൽ രാത്രി ബോധമില്ല, രാവിലെ ബോധം ഉണ്ടെങ്കിൽ രാത്രി ബോധമില്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു മെന്റൽ ഇൽനെസ് ആണ് ഇയാൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇയാള് ഈ ബോധമുള്ള സമയത്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു രാവിലെ ബോധം ഉണ്ടെന്ന്, ഈ ബോധമുള്ള സമയത്ത് ചെയ്ത ക്രൈം ഒന്നും എന്താ ഈ ഡിഫൻസിൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞ ഡിഫൻസിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഈ ബോധം ഇല്ലാത്ത ടൈമില്, അപ്പൊ ഈ രാത്രി ഇയാൾക്ക് രാത്രിയായ ഭ്രാന്താവെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രാത്രിയായ ടൈമിൽ ഇയാൾ ചെയ്ത ക്രൈം അല്ലെങ്കിൽ ആ ആക്ട് എന്താവും, ക്രൈമായിട്ട് കൂട്ടാതെ ഈ എക്സ്ക്യൂസബിൾ ഡിഫൻസിൽ നമുക്ക് കൊണ്ടുവരാം. ഇതാ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടൊരു ജയറാമിന്റെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ഭ്രാന്തായിട്ട് നടക്കും, എന്തോ ക്രൈമൊക്കെ ചെയ്ത് വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് കോടതിയിൽ വട്ടായ പോലെ അഭിനയിക്ക് ജഡ്ജിന്റെ മുന്നിൽ എന്നൊക്കെ പറയുന്ന അത് ഇതുകൊണ്ടാണ്. ഇതൊരു എന്താ പറയാ ഡിഫൻസ് ആണ്. എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള ആ ക്രൈം ചെയ്തിട്ടില്ല, അയാൾക്ക് ഭ്രാന്താണ്, അയാളെ വെറുതെ വിടണം എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ആണ്. അതാണ് ഇൻസാനിറ്റി. 84 in IPC and section 22 in BNS. ഇൻടോക്സിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലഹരി കൊടുത്ത് അല്ലെങ്കിൽ മദ്യത്തിന്റെ രീതിയിൽ ആ സുബോധം അതിന് വളണ്ടറിലി ആണെങ്കിലല്ല, ഒരാള് ഇപ്പൊ എ ഉണ്ട് ബി ഉണ്ട്, ബി അറിഞ്ഞോണ്ട് എനെ കള്ളു കുടിപ്പിച്ച് എന്താ ബോധമില്ലാതാക്കിയിട്ട് ഒരു ക്രൈം ചെയ്യിപ്പിക്കുകയാണ് എനെ കൊണ്ട്.
അവിടെ ഒരു എക്സ്ക്യൂസബിൾ ഡിഫൻസ് എക്ക് എടുക്കാം. കാരണം ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്വബോധത്തിലല്ല ആ ഒരു ക്രൈം ചെയ്തത് എന്നുള്ളൊരു ഡിഫൻസ് എക്ക് എടുക്കാം. അതാണ് ജനറൽ ഡിഫൻസിനെ പറ്റി. ഇതിന്റെ സെക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ എന്തൊക്കെയാണ് ഡിഫൻസ് എന്നും അറിഞ്ഞെടുക്കുന്നത് നല്ലതാ. പിന്നെ പറയുന്നത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഡിഫൻസ്. അപ്പോ എക്സ്ക്യൂസബിൾ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസബിൾ ഡിഫൻസും ഉണ്ട്, ജസ്റ്റിഫയബിൾ ഡിഫൻസും ഉണ്ട്. എക്സ്ക്യൂസബിൾ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആക്ട് ദാറ്റ് ആർ എക്സ്ക്യൂസബിൾ അണ്ടർ ലോ ആൻഡ് ജസ്റ്റിഫയബിൾ ആണ് വിച്ച് ആർ ജസ്റ്റിഫൈഡ് ഓർ റീസൺ ഡ്യൂ ടു ദി സർക്കംസ്റ്റാൻസസ്. അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു കാര്യം എന്താക്കാം, ജസ്റ്റിഫയബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ജുഡീഷ്യൽ ആക്ട് ഇപ്പൊ ഒരു ജഡ്ജ് ഇരിക്കുക, ഒരു ക്രൂരമായ ക്രൈം ചെയ്തിട്ട് ഒരാൾ മുന്നിൽ ഇരിക്കുക. ഈ ജഡ്ജി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ചെയ്തു. അത് അയാളുടെ പവർ വെച്ച് ജുഡീഷ്യൽ ആക്ട് ആണ് ഈ ജഡ്ജ് ചെയ്തത്. അതൊരു ക്രൈം ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊരു ജുഡീഷ്യൽ ആക്ട് ആണ്. അവിടെ ജുഡീഷ്യൽ അല്ലെങ്കിൽ അയാൾക്ക് അതിന്റെ പവറിലാണ് ജഡ്ജ്, ജുഡീഷ്യൽ ആയിട്ടുള്ള ആ പവറിന്റെ ബേസിസിലാണ് എന്താ ജഡ്ജ് ആ ഒരു ആക്ട് അല്ലെങ്കിൽ ഇയാളെ തൂക്കി കൊല്ലുക എന്നുള്ള ഒരു ഡിസിഷൻ ജഡ്ജ് എടുത്തത്. അല്ലാതെ വെറുതെ ജഡ്ജിന് പേഴ്സണലി എന്താ പറയാ പേഴ്സണലി ഒരു ഇന്റൻഷൻ ഉണ്ടായോണ്ടല്ല ജഡ്ജ് ആ ഒരു ആക്ട് എടുത്തത്. കാരണം ജഡ്ജ് അവിടെ ജഡ്ജിന്റെ ജുഡീഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ട് ആണ് അവിടെ ജഡ്ജ് എടുത്തത്. പിന്നെ പറയുന്ന കൺസെന്റ്. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. ബിക്ക് മരിക്കണം പക്ഷെ പറ്റുന്നില്ല. എനോട് പറയാണ്, ബിന്റെ കൺസെന്റ് ഉണ്ട്. എന്നെ എന്താ പറയാ നമുക്ക് പറയാം ബിനോട് പറയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോ ആ ഒരു റിക്വസ്റ്റിന്റെ പുറത്ത് ബി എനെ കൊല്ലാണ് വിത്ത് ദ കൺസെന്റ് ഓഫ് ബി. ആ ഒരു കൺസെന്റ് ഉണ്ട്. അപ്പോ അതെന്താണ്, അതൊരു ജസ്റ്റിഫൈഡ് ഡിഫൻസ് ആണ്. അവിടെ ഈ ബി ചെയ്ത ഒരു ക്രൈം ആയിട്ട് കാണുന്നില്ല. പിന്നെ പറയുന്നത് ഗുഡ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിൽ ഒരു കാര്യം ചെയ്യാണ്. അപ്പോ റോട്ടിലൂടെ എയും ബിയും നടന്നു പോവാണ്. ബിന്റെ മേത്തേക്ക് ഒരു വണ്ടി വരുന്നു. ഈ വണ്ടി കുത്തണ്ടെന്ന് വിചാരിച്ച് ബീനെ വലിച്ച് സൈഡിലേക്ക് ഇടുന്നു. അവിടെ സൈഡിൽ ബി വീഴുന്നു, ഒരു കല്ലിൽ തലയിടിക്കുന്നു, ബി മരിക്കുന്നു. പക്ഷെ അവിടെ ബി ചെയ്ത ആക്ട് ഗുഡ് ഫെയ്ത്തിലാണ് ഈ ആക്ട് ചെയ്തത്. കാരണം വന്ന ലോറി ബീനെ ഇടിച്ച് കൊല്ലണ്ടെന്ന് വിചാരിച്ച് ബീനെ എടുത്ത് സൈഡിലേക്ക് ഇട്ടതാണ്. പക്ഷെ ബി അവിടുത്തെ കല്ല് വീണ് മരിച്ചു. അവിടെ പക്ഷെ ഒരു എന്താ പറയാ അയാൾക്കൊരു ഗിൽറ്റി മൈൻഡോ അല്ലെങ്കിൽ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു ആക്ട് അല്ല അത്. അതൊരു ഗുഡ് ഫെയ്ത്തിൽ ഉണ്ടായ ഒരു ആക്ട് ആണ്. ഇതൊരു ജസ്റ്റിഫയബിൾ ഡിഫൻസ് ആണ് എക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ് നമുക്കറിയാം. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോ അവിടെ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാം. നമുക്കെതിരെ കുറെ എന്താ പറയാ നമുക്കെതിരെ സംഭവിക്കുന്ന കാര്യം, ഇപ്പൊ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നു, തിരിച്ച് നമുക്ക് രണ്ടെണ്ണം കൊടുക്കാം. നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ ഒരു സ്വന്തം ജീവനെ ഇതാവുന്ന അവസ്ഥയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. ഇത് നമുക്ക് സെൽഫായിട്ട് മാത്രമല്ല എടുക്കാൻ പറ്റുക. ഇപ്പോ നമ്മള് ഒരു ട്രാവൽ ചെയ്യാണ്. അപ്പോ ഒപ്പം ഇരിക്കുന്ന ആൾക്കൊരു ഡേഞ്ചർ വന്നു, അവരുടെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ആ ഒരു വ്യക്തിനെ ശല്യം ചെയ്യുന്നു, അവരെ എന്താക്കുന്നു, അവരെ അവർക്ക് നേരെ ആക്രമണം ചെയ്യുന്നു. നമുക്ക് അതും ഒരു പ്രൈവറ്റ് ഡിഫൻസ് ആക്കി എടുത്ത് ആ ഒരു വ്യക്തിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതൊരു പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പോ ഇതൊക്കെയാണ് ജസ്റ്റിഫയബിൾ ഡിഫൻസ് ആയിട്ട് വരുന്നത്. IPC 77-106 ജസ്റ്റിഫയബിൾ ഡിഫൻസ് മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ BNS വരുമ്പോൾ ഇറ്റ്സ് 25 to 44 ആണ്. 25 to 44. അപ്പോ ജസ്റ്റിഫയബിൾ ഡിഫൻസ് ഏതൊക്കെ എന്ന് വെച്ചാൽ ജുഡീഷ്യൽ ആക്ട്, കൺസെന്റ്, ഗുഡ് ഫെയ്ത്ത്,
അതേപോലെ തന്നെ പ്രൈവറ്റ് ഡിഫൻസ്. ഇതൊക്കെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഡിഫൻസിന്റെ അണ്ടറിൽ വരും. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ദാറ്റ്സ് ഓൾ. ഇനി എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. ഹലോ പറ. ഹലോ ഫാസിൽ. ഹലോ ഹലോ. ഏതാ റിപ്പീറ്റ് ചെയ്യണ്ടേ? അല്ല അങ്ങനല്ല, പൊതുവിൽ എടുക്കുന്ന ടൈമില്ല, ജസ്റ്റ് ഒന്ന് അടുത്ത പോർഷനിലേക്ക് പോകുമ്പോൾ മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേ ഒന്നുകൂടെ റെഡി ആവും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുമ്പോ ശ്രദ്ധിക്കാം കേട്ടോ. ഈ ക്ലാസ്സിൽ വേറെന്തെങ്കിലും പറയാനുണ്ടോ? അഭിപ്രായം? ഓക്കെ ഓക്കെ എന്നാ താങ്ക് യു.